കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി ലിയോ 14 പാപ്പയെ ലഭിച്ചതിൽ ആഗോള സഭ മുഴുവൻ വളരെയധികം സന്തോഷത്തിലാണ്. അതിനേക്കാൾ ഉപരി കേരള സഭയും വലിയ സന്തോഷത്തിലാണ്. മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലെത്തുകയും ആലുവയിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് ഇവിടെ സന്ദർശിക്കുകയും ചെയ്തു. അതിനേക്കാൾ ഉപരി ഇവിടെ 6 അഗസ്റ്റീനിയൻ വൈദികർക്ക് തിരുപ്പട്ടം നൽകുന്ന ശുശ്രൂഷയിൽ അവരെ കൈകൾ വെച്ച് ആശീർവദിക്കുകയും ചെയ്ത വാർത്തകളെല്ലാം നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ആ 6 പേരിൽ കൈകൾ വെച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ച തിരുപ്പട്ട സ്വീകരണത്തിൽ പുതിയ ലിയോ 14 പാപ്പ ആശീർവദിച്ച് പ്രാർത്ഥിച്ച അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ച 6 വൈദികരിൽ ഒരാളാണ് ഫാദർ ജോൺ ബോസ്കോ അച്ഛൻ. അച്ഛാ, വലിയധികം സന്തോഷത്തിലാണല്ലേ? കാരണം ഇന്നലെ ഒരു വാർത്ത. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമാണ്. ആഗോള കത്തോലിക്ക തിരുസഭയോടൊപ്പം തന്നെ ഞങ്ങളും, കാരണം ഞങ്ങളുടെ തന്നെ ഒരു സഹോദരനാണ് പുതിയ പരിശുദ്ധ പിതാവായിട്ട് ലിയോ 14 പാപ്പയായിട്ട് അവരോധനായത്. തീർച്ചയായിട്ടും വലിയ സന്തോഷം. അതിനേക്കാൾ ഒരു വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരു അനുഭവം, സന്തോഷമെന്ന് പറയുന്നത് 2004 ഏപ്രിൽ 22 വിശുദ്ധ പൗരോഹിത്യം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡാനിയൽ അച്ചാർബിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ 6 പേരാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. അന്നത്തെ തിരുക്കർമ്മത്തിൽ സഹകാർമ്മികനായിട്ട് അന്ന് ഞങ്ങളുടെ ജനറലായിരുന്ന ഇപ്പോഴത്തെ ലിയോ 14 പാപ്പയുണ്ടായിരുന്നു എന്നുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ഒരു പ്രാർത്ഥന ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് ഓർക്കുകയാണ്. ഞങ്ങൾ 6 പേരാണ് പുരോഹിതരായത്. ബഹുമാനപ്പെട്ട റോബർട്ട് റോയ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഷിജു വർഗീസ് കല്ലറക്കൽ അച്ഛൻ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തോമസ് പുത്തൻ വീട്ടിലച്ഛൻ, ബഹുമാനപ്പെട്ട അലോഷ്യസ് കൊച്ചിക്കാരൻ വീട്ടിലച്ഛൻ, ബഹുമാനപ്പെട്ട ഡിബി പീറ്റർ കട്ടത്തറ അച്ഛൻ, അങ്ങനെ 6 പേരാണ് ഞങ്ങൾ പൗരോഹിത്യം സ്വീകരിച്ചത്. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നു ഈ അവസരത്തിൽ. ബാക്കി 5 പേരും ഇപ്പോൾ നാട്ടിലുണ്ടോ? ഈ 5 പേരിൽ ഞാനും ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛനും മാത്രമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. ബാക്കി 3 പേര് ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛനും ബഹുമാനപ്പെട്ട ഷിജു അച്ഛനും റോയ് അച്ഛനും അഗസ്റ്റിൻ അച്ഛനും ഇപ്പോൾ സ്പെയിനിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദിബി അച്ഛൻ ഇപ്പോൾ ഫിലിപ്പൈൻസിലെ നോവിസ് മാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്നു. ഈ കോൺക്ലേവ് നടക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം കർദിനാളായിട്ട് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്ന നിങ്ങളുടെ ഈ സഭയിലെ കർദിനാൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ മാർപ്പാപ്പയാകുമെന്നൊക്കെ? ഒരു ചെറിയൊരു സാധ്യതയുണ്ടായിരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ പോലും ഒരു പരിശുദ്ധ പിതാവ് ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് ഈ 2 വർഷം കാർഡിനലായിട്ടും അതുപോലെ തന്നെ ഈ ബിഷപ്സിന്മാരെ സെലക്ട് ചെയ്യുന്ന ഡൈക്കാസ്ട്രിയുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മളൊരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഏത് സമയം കാര്യം ഇതെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തനം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഒരു പേര് നമ്മുടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു കർദിനാളാണ്, അതായത് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ആണ്, അദ്ദേഹം ലിയോ 14 ആകുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. കാരണം നമ്മളുടെ തന്നെ ഒരാളവിടെ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇങ്ങനെ, അത് ഞാനൊരു അഗസ്റ്റീനിയനാണ്, അഗസ്റ്റിൻ്റെ മകനാണെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അഗസ്റ്റിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്, പറഞ്ഞറിയിക്കേണ്ടത്. അച്ഛന് കിട്ടുന്ന സന്തോഷം, കാരണം അച്ഛന് പൗരോഹിത്യം നൽകിയത് ഒരു അന്ന് വൈദികനായിരുന്നു അല്ലേ? അന്ന് ആ വൈദികൻ ഇപ്പോൾ മാർപ്പാപ്പയാകുന്നു അല്ലെങ്കിൽ പാപ്പയായി വരുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ളത് അതൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കൊരു ഭാഗ്യം, ഇതൊരു വെറും ഒരു അസുലഭ ഭാഗ്യമായിട്ട് മാത്രമാണ് നമ്മൾ കരുതുന്നത്. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് നല്ലൊരു ഫോട്ടോ പോലും നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയില്ല. എങ്കിലും കുറേ ഫോട്ടോകൾ ഫ്ലഡിൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും എൻ്റെ ഒരു പഴയ ആൽബം വീട്ടിലുണ്ടായിരുന്നു എന്നാണ് കുറച്ച് ഫോട്ടോകൾ എനിക്ക് ലഭിച്ചത്. എങ്ങനെയാണ് ഇനി ഉടനെ റോമിലേക്ക് പോകുന്നുണ്ടോ പാപ്പയ്ക്കാണ്? അത് ഞങ്ങളുടെ അധികാരി അച്ഛനാണ് ചിലപ്പോൾ പോകാനൊക്കെ. അച്ഛൻ 2 മാസം മുമ്പ് അച്ഛൻ അവിടെ പോയി കാർഡിനലുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് നിർദ്ദേശിക്കണം. പോകാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ ജൂബിലി വർഷമാണ് 25ാമത്തെ എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ്റെ ജൂബിലി വർഷമാണിത്. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾക്ക് സ്പെയിനിലാണ് ആഘോഷിക്കുന്നത്. ഒപ്പം തന്നെ റോമിലേക്ക് ഒരു ഉണ്ട്. അപ്പോൾ ആ പോകുന്ന സമയത്ത് പരിശുദ്ധ പിതാവിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പുതിയ മാർപ്പാപ്പ ലിയോ 14 പാപ്പയുടെ ആ ഒരു ശൈലി എങ്ങനെയായിരിക്കും? അഗസ്റ്റീൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 പാപ്പന്മാരുടെ ഒരു ബ്ലെൻഡിങ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് പിതാവിൻ്റെയും, കാരണം 2 കാലഘട്ടങ്ങളിൽ ജീവിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബെനഡിക്റ്റ് പിതാവിനോടും അടുപ്പമുണ്ടായിരുന്നു, ഫ്രാൻസിസ് പാപ്പയുടെയും വളരെ ബന്ധം. അപ്പോൾ 2 പേരുടെയും ആ ശൈലി എടുത്തുകൊണ്ട് ഒരു
മിഡിൽ വേ എടുക്കുന്നവരായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ട്രഡീഷണലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ലിബറലോ അങ്ങനെ എക്സ്ട്രീമിലേക്ക് പോകില്ല, ബട്ട് ഒരു മിഡിൽ വേ ആയിരിക്കും ശരിക്കും. ഒപ്പം അത് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഞാനൊരു അഗസ്റ്റീൻ്റെ മകൻ, അഗസ്റ്റീനിയനാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു അഗസ്റ്റീനിയൻ ടച്ച്, ഇപ്പം അച്ഛൻ അങ്ങനെ അഗസ്റ്റീൻ വൈദികനാകുമ്പോൾ നിങ്ങൾക്കറിയാം സഭയിലൊരു ടച്ച്, അത് ശരിക്കും സഭയിൽ, ആഗോള സഭയിൽ ഇനി മുഴുവനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. അങ്ങനത്തെ ഒരു അവർ എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകും. അതായത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത്, അഗസ്റ്റീൻ കൺസെപ്റ്റ്സ് തന്നെ അതാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവ് ഏറ്റവും ഭംഗിയായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് സഭയെ ദീർഘകാലം ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു കൃപാവരം, വലിയ ആത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓക്കെ അച്ഛാ, താങ്ക് യു.